ഹലോ ഫ്രണ്ട്സ്, 12ാമത്തെ ക്വസ്റ്റ്യൻ. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമജാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമജാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു CS മീനാക്ഷി. അപ്പോൾ ഭൂപടം നിർമ്മിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി. ഭൂപടം നിർമ്മിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫി എന്നാണ്. ഭൂപടം നിർമ്മിക്കുന്ന വ്യക്തിയായിരുന്നു കാർട്ടോഗ്രാഫർ. ഭൂപടം ആദ്യമായി നിർമ്മിച്ച വ്യക്തി അനാക്സിമിൻഡർ. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്യാറ്ററാണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ടൊരു ഭൂപടം നിർമ്മിച്ചത് ടോളമി. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു ഭൂപടം നിർമ്മിച്ചത് ടോളമിയാണ്. ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഒർട്ടേലിയസ്. അപ്പോൾ ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? എബ്രഹാം ഒർട്ടേലിയസ് ആണ്. ഭൂപടങ്ങളെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു: ഭൗതിക ഭൂപടമെന്നും സാംസ്കാരിക ഭൂപടമെന്നും. ഭൗതിക ഭൂപടം എന്ന് വെച്ചാൽ പ്രകൃതിദത്ത സവിശേഷതകൾ സൂചിപ്പിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. ഇപ്പോൾ ഭൗതിക ഭൂപടം എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതിദത്തമായ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന ഭൂപടങ്ങളാണ്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മണ്ണ് ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ദിനാന്തരീക്ഷ ഭൂപടം. അപ്പം ഭൗതിക ഭൂപടത്തിന് ഉദാഹരണങ്ങളായിരുന്നു മണ്ണ് ഭൂപടം, ജ്യോതിശാസ്ത്ര, ഭൂപ്രകൃതി, ദിനാന്തരീക്ഷ ഭൂപടങ്ങൾ. പ്രകൃതിദത്ത സവിശേഷതകളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സാംസ്കാരിക ഭൂപടത്തിലോ മനുഷ്യനിർമ്മിത സവിശേഷതകൾ സൂചിപ്പിക്കുന്ന ഭൂപടമായിരുന്നു സാംസ്കാരിക ഭൂപടം. അപ്പം മനുഷ്യനിർമ്മിത സവിശേഷതകൾ സൂചിപ്പിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് സാംസ്കാരിക ഭൂപടങ്ങളെന്നാണ്. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളായിരുന്നു കാർഷിക ഭൂപടം, റോഡ് ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, ചരിത്ര ഭൂപടം. ഏതൊക്കെയായിരുന്നു? കാർഷിക ഭൂപടം, റോഡ് ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, ചരിത്ര ഭൂപടം. പ്രധാനപ്പെട്ട ഭൂപടങ്ങൾ. ഒരു പ്രത്യേക വിഷയത്തെ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളായിരുന്നു തീമാറ്റിക് ഭൂപടം. ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളായിരുന്നു തീമാറ്റിക് ഭൂപടം. ഭൂസ്വത്തിൻ്റെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നതായിരുന്നു കഡസ്ട്രൽ ഭൂപടം. ഭൂസ്വത്തിൻ്റെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ സവിശേഷതകൾ ചേർന്ന് തയ്യാറാക്കുന്ന ഭൂപടങ്ങളായിരുന്നു ധരാതലീയ ഭൂപടങ്ങൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ സവിശേഷതകൾ ചേർന്ന് തയ്യാറാക്കുന്ന ഭൂപടങ്ങളായിരുന്നു ധരാതലീയ ഭൂപടങ്ങൾ. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ് ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ് ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. തോതിൻ്റെ അടിസ്ഥാനത്തിൽ 3 രീതിയിൽ തരംതിരിക്കാം ഭൂപടങ്ങളെ. 1 പ്രസ്താവനാ രീതി, 2 ഭിന്നക രീതി, 3 രേഖാരീതി. അപ്പോൾ തോതിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിക്കാം: പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി. തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും ഡിവൈഡ് ചെയ്യാം. തോതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ തോത് ഭൂപടമെന്നും വലിയ തോത് ഭൂപടമെന്നും ഡിവൈഡ് ചെയ്യാം. ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണം അറ്റ്ലസ് ആണ്. വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണം കഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം. അപ്പോൾ ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് അറ്റ്ലസ് ആണ്. വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണങ്ങളായിരുന്നു കഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇത് ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഇതും ശരിയാണ്.
ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഇതും ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഹരിത വിപ്ലവം എന്നാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം ഇവയെല്ലാം പ്രയോജനപ്പെടുത്തി കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം ഇവയെല്ലാം പ്രയോജനപ്പെടുത്തി കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു രീതി പറഞ്ഞാൽ 1940, 1970 കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുന്നതിനായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റമാണ് ഹരിത വിപ്ലവം. ഇപ്പോൾ 1940, 1970 കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുന്നതിനായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റം ആണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഇപ്പോൾ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് 1960 പകുതി മുതൽ 1970 പകുതി വരെയും, രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 80 പകുതി വരെയാണ്. രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് മെക്സിക്കോ ആണ്. ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ്. ഒന്നാം ഘട്ടം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഗോതമ്പ് വിപ്ലവം എന്നാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ടാക്കിയ കാർഷിക വിള ഗോതമ്പായിരുന്നു. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ടാക്കിയ കാർഷിക വിള ഗോതമ്പും നാണ്യവിള കരിമ്പുമാണ്. അപ്പോൾ കാർഷിക വിള ഗോതമ്പും നാണ്യവിള കരിമ്പുമാണ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ച ഗോതമ്പിനങ്ങളായിരുന്നു കല്യാൺ, സോണ, സൊനാലിക. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ച ഗോതമ്പിനമായിരുന്നു കല്യാൺ, സോന, സൊനാലിക. ഹരിത വിപ്ലവത്തിലൂടെ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായി, കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു, ഉൽപ്പാദന സമയത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമായി. അപ്പം ഹരിത വിപ്ലവത്തിലൂടെ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായി, കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു, ഉൽപ്പാദന സമയത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമായി. ഹരിത വിപ്ലവത്തിലൂടെ ഉണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി, ഉൽപ്പാദനം വർദ്ധിച്ചു, പൊതുവിതരണത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചു.
വർദ്ധിപ്പിക്കുന്നതിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതെയായി. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളാണ് പറഞ്ഞത്. അടുത്തത് ഹരിത വിപ്ലവത്തിലൂടെ ഗുണങ്ങൾ മാത്രമല്ല കുറച്ച് പോരായ്മകളും ഉണ്ടായി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഗുണം കൂടുതൽ ലഭിച്ചിരുന്നത് വൻകിട കർഷകർക്കാണ്. കാർഷിക വായ്പകളുടെ ആവശ്യം കൂടി. പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ യാതൊരുവിധ മെച്ചപ്പെടലും ഉണ്ടായില്ല. യന്ത്രവൽക്കരണം വന്നതോടുകൂടി തൊഴിൽ നഷ്ടമായി. വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഏറെ സഹായിച്ചത്. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രം ഗുണം. വീറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടി. ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിലൂടെ ഉണ്ടായ പോരായ്മകൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ ബി 1950. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആസ്ഥാനമെന്ന് പറയുന്നത് യോജന ഭവൻ ന്യൂഡൽഹി. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരുന്നു. മറ്റ് അംഗങ്ങൾ ഒരു ഉപാധ്യക്ഷൻ, കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ. ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും, കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ. ആസൂത്രണ കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത് പദ്ധതികളുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കൽ. ആസൂത്രണ കമ്മീഷൻ എന്ന ആശയം സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആസൂത്രണ കമ്മീഷൻ അവരുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. ഇതൊരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ വന്നത് 1967. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ വരുന്നത് 1967-ലാണ്. അധ്യക്ഷൻ മുഖ്യമന്ത്രി. ആദ്യത്തെ അധ്യക്ഷൻ EMS ആയിരുന്നു. ആദ്യത്തെ അധ്യക്ഷൻ. ആദ്യത്തെ ഉപാധ്യക്ഷൻ MK ഹമീദ്. ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു MK ഹമീദ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, WTO നിലവിൽ വന്ന വർഷം 1995. WTO നിലവിൽ വന്ന വർഷം 1995. യുനെസ്കോ പാരീസിലാണ് 1945. യുനെസ്കോ പാരീസിലാണ് 1945-ലാണ് നിലവിൽ വരുന്നത്. യുണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക്. വർഷം 1946. യുണിസെഫ് 1946. ലോകബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ആയിരുന്നു. വർഷം 1945. ലോകബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ആയിരുന്നു. വർഷം 1945. UNO രൂപം കൊള്ളുന്നത് 1945-ലാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. രൂപം കൊള്ളുന്നത് 1945 ഒക്ടോബർ 24-നാണ്. യുഎന്നിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലെ മാൻഹട്ടൻ ആയിരുന്നു. ന്യൂയോർക്കിലെ ഒപെക്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രി. ആസ്ഥാനം വിയന്നയാണ്, ഓസ്ട്രിയ. വർഷം 1960.
ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രി. ആസ്ഥാനം വിയന്ന, ഓസ്ട്രിയയാണ്. 1960. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILOയുടെ ആസ്ഥാനം ജനീവയാണ്. വർഷം 1919. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ജനീവ ആണ് ആസ്ഥാനം. 1919. ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHOയുടെ ആസ്ഥാനം ജനീവയായിരുന്നു. 1948. WHOയുടെ ആസ്ഥാനം ജനീവയാണ്. 1948. ലോക വ്യാപാര സംഘടന അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO ആസ്ഥാനം ജനീവയാണ്. വർഷം 1995. 1995. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവയാണ്. 1863. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവയാണ്. 1863. ലോക സാമ്പത്തിക ഫോറം 1971. ലോക സാമ്പത്തിക ഫോറം 1971. ആസ്ഥാനം കൊളോണിയാണ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി എവിടെയാണ്? ദാവോസ് ആണ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ദാവോസ് ആണ്. നാറ്റോ 1949 ബ്രസൽസ്. നാറ്റോ 1949 ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ 1993 ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ 1993 ബ്രസൽസ്. ഭക്ഷ്യ കാർഷിക സംഘടന 1945. ഭക്ഷ്യ കാർഷിക സംഘടന 1945. ആസ്ഥാനം റോമാണ്. ആസ്ഥാനം. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. IBRD ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്. ലോകബാങ്ക് 1944 രൂപീകൃതമാകുന്നത്. ലോകബാങ്ക് 1944 രൂപീകൃതമാകുന്നത്. എന്നാൽ ഇത് നിലവിൽ വരുന്നത് 1945 ഡിസംബർ 27. ലോകബാങ്ക് നിലവിൽ വരുന്നത് 1945 ഡിസംബർ 27. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നതായിരുന്നു ലോകബാങ്കിൻ്റെ ആപ്തവാക്യം. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നതായിരുന്നു ലോകബാങ്കിൻ്റെ ആപ്തവാക്യം. ലോകബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കക്കാരനായിരിക്കും. ലോകബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കക്കാരനായിരിക്കും. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. കാലാവധി 5 വർഷമാണ്. ആദ്യം വായ്പ ലഭിക്കുന്നത് ഫ്രാൻസിനായിരുന്നു. ലോകബാങ്കിൽ നിന്നും ആദ്യം വായ്പ ലഭിക്കുന്നത് ഫ്രാൻസിനാണ്. ലോകബാങ്കിൽ നിന്നും ആദ്യം വായ്പ ലഭിച്ചത് ഫ്രാൻസിനാണ്. ഫസ്റ്റ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് യൂജിൻ മേയർ ആയിരുന്നു. ലോകബാങ്കിൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റ് യൂജിൻ മേയർ ആയിരുന്നു. ലോകബാങ്ക് നിലവിൽ വരുന്നത് അപ്പോൾ എന്നാണ്? 1945 ഡിസംബർ 27. 17ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ. ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. പുത്തൻ സാമ്പത്തിക നയം ന്യൂ എക്കണോമിക് പോളിസി 1991. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? രാജ്യത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്ഥിരത, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്, വിദേശ നാണ്യ വരുമാനം ഉപഭോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി. വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞു. കഷ്ടിച്ച് 2 ആഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്കുള്ള വിദേശ നാണ്യമേ ഉണ്ടായിരുന്നുള്ളൂ.
ഗൾഫ് യുദ്ധം 1980. സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, അത്യാവശ്യ വസ്തുക്കളുടെ വിലവർധനവ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇന്ത്യ, ലോകബാങ്ക്, IMF അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധി എന്നിവയെ സമീപിച്ചു. ചില ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനങ്ങൾ ഇന്ത്യക്ക് ഫണ്ട് അനുവദിച്ചു. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് ഇന്ത്യ, ലോകബാങ്ക്, IMF എന്നിവയെ സമീപിക്കുകയും ചില ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനങ്ങൾ ഇന്ത്യക്ക് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. വ്യാപാരത്തിന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുക, ഉദാരവൽക്കരിക്കുക എന്നിവയായിരുന്നു ലോകബാങ്കും IMFും വെച്ച ഡിമാൻഡുകൾ. എന്തൊക്കെയായിരുന്നു? വ്യാപാരത്തിന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുകയും ഉദാരവൽക്കരിക്കുകയും ചെയ്യുക. 1991 മുതൽ ഇന്ത്യ വ്യാപകമായ തോതിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ 1991 മുതൽ ഇന്ത്യ വ്യാപകമായ തോതിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതിന് 2 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സുസ്ഥിരമാക്കൽ നടപടികളും 2 ഘടനാപരമായ നീക്കുപോക്കുകളും. സുസ്ഥിരവൽക്കരണ നടപടികൾ, 2 ഘടനാപരമായ നീക്കുപോക്കുകൾ. സുസ്ഥിരവൽക്കരണ നടപടികളെന്ന് വെച്ചാൽ ഹ്രസ്വകാല നടപടികളാണ്. ഇതിൻ്റെ ലക്ഷ്യം പണപ്പെരുപ്പം തടയുകയും അടവുശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയും ചെയ്യുക. സുസ്ഥിരവൽക്കരണ നടപടികളെന്ന് പറയുന്നത് ഹ്രസ്വകാല നടപടികളാണ്. പണപ്പെരുപ്പം തടയുക, അടവുശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുക. ഘടനാപരമായ നീക്കുപോക്കുകളെന്ന് പറയുന്നത് ദീർഘകാല നടപടികളാണ്. പണപ്പെരുപ്പം തടയുകയും അടവുശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയും ചെയ്യുക. ദീർഘകാല നടപടിയായിരുന്നു ഘടനാപരമായ നീക്കുപോക്കുകൾ. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പണപ്പെരുപ്പം തടയുകയും അടവുശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ 17ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.